ലാൻഡ്, ഗോൾഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് എന്നിങ്ങനെ ഒരുപാട് നിക്ഷേപാവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഏതാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ: ഷെയർ മാർക്കറ്റ്. ലാൻഡ്, ഗോൾഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിവയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുമുണ്ട്. ഡിവിഡൻഡ്, ക്യാപിറ്റൽ ഗെയിൻ, റൈറ്റ് ഇഷ്യൂ, ബോണസ്, സ്പ്ലിറ്റ്, ഹൈ ലിക്വിഡിറ്റി എന്നിവയെല്ലാം ഷെയർ മാർക്കറ്റിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയൊരു കമ്പനിയുടെ പങ്ക് വാങ്ങിക്കുകയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. പങ്കായതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയ ഷെയറിന് ആനുപാതികമായി ആ കമ്പനിയിൽ നമുക്ക് അവകാശവും വോട്ടിങ്ങിലൂടെ എല്ലാ പ്രധാന തീരുമാനങ്ങളിലും നമുക്ക് പങ്കെടുക്കുവാനും സാധിക്കും. ബയോസെൽ എന്ന് പറയുന്ന പ്രോസസ്സ് ഷെയർ ബ്രോക്കിംഗ് കമ്പനിയുടെ മൊബൈൽ ആപ്പിലൂടെ നടത്തുന്ന ഒരു ഡീലിംഗ് ആണ്. ഒരുപാട് ബ്രോക്കിംഗ് കമ്പനികളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റായി വാങ്ങിക്കാവുന്ന ഗ്രോ ആപ്പിലൂടെയും കൂടി നമുക്കിപ്പോൾ സ്റ്റോക്കുകൾ വാങ്ങിക്കാം. നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ, ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് സമ്പത്ത് വർദ്ധിക്കുക എന്ന് നമുക്ക് നോക്കാം. 1. ഡിവിഡൻഡ്, ലാഭവീതം. ലാഭത്തിലുള്ള ഒരു മികച്ച കമ്പനി തങ്ങളുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എല്ലാ വർഷവും ഡിവിഡൻഡ്, ലാഭവീതം നൽകുന്നു. എല്ലാ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗിന് നൽകുന്ന ഫൈനൽ ഡിവിഡൻഡിന് പുറമെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഇൻട്രീം ഡിവിഡൻഡ് നൽകുന്ന കമ്പനികളുമുണ്ട്. ഈ ഡിവിഡൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഡിമാറ്റ് അക്കൗണ്ടിലേക്കോ നേരിട്ട് ക്രെഡിറ്റ് ആകുന്നു. ഉയർന്ന ഡിവിഡൻഡ് നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും നമുക്ക് അത്തരം കമ്പനികൾ കണ്ടെത്താൻ സാധിക്കും. 2. ക്യാപിറ്റൽ ഗെയിൻ, മൂലധന വളർച്ച. ഒരു മികച്ച കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിച്ചാൽ ഓരോ ക്വാർട്ടറിൽ അതിൻ്റെ ലാഭം കൂടുമ്പോഴും മികച്ച പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടാകുമ്പോഴും ആളുകൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുവാൻ തയ്യാറാകും. മാർക്കറ്റിൽ വിൽക്കുന്നവരേക്കാൾ കൂടുതൽ വാങ്ങുന്നവർ ഉണ്ടായാൽ സ്വാഭാവികമായും സാധനത്തിന് വില കൂടും. അത് തന്നെ ഇവിടെയും സംഭവിക്കും. ഇവിടെ നമ്മുടെ ഷെയറിന് വില കൂടും. ഇത് തന്നെ തിരിച്ചും സംഭവിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കൊറോണ ഇഷ്യൂ ഉണ്ടായ സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ പ്രൈസ് 900 താഴേക്ക് പോയി. അതൊരു നെഗറ്റീവ് ന്യൂസാണ്. എന്നാൽ ഫേസ്ബുക്ക് ജിയോയുടെ 10% ഓഹരികൾ വാങ്ങി എന്ന പോസിറ്റീവ് ന്യൂസ് വന്നതിന് ശേഷം ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില 1500-നടുത്താണ്. 1.5 മാസത്തിനുള്ളിൽ 66% ക്യാപിറ്റൽ ഗെയിൻ വർദ്ധിച്ചത്. ഒരു വർഷത്തിനിടയിൽ 1000%-ലധികം റിട്ടേൺ നൽകിയ പെന്നി സ്റ്റോക്കുകളും 30-50% റിട്ടേൺ നൽകിയ ബ്ലൂ ചിപ്പ് കമ്പനികളും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. 3. റൈറ്റ് ഇഷ്യൂ, അവകാശ ഓഹരി. സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റാണ് റൈറ്റ് ഇഷ്യൂ അഥവാ അവകാശ ഓഹരി. റൈറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്യുന്ന കമ്പനിയുടെ ഷെയർസ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഒരു നിശ്ചിത വിലക്കുറവിൽ ആ കമ്പനിയുടെ സ്റ്റോക്കുകൾ നമുക്ക് ഒരു പ്രത്യേക അനുപാതത്തിൽ ലഭിക്കുന്നതാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് എല്ലായ്പ്പോഴും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് സ്റ്റോക്കുകൾ ലഭിക്കുക. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച റിലയൻസ് ഇൻഡസ്ട്രീസ് 1:15 എന്ന അനുപാതത്തിൽ റൈറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്തിരുന്നു. അതായത് റിലയൻസിൻ്റെ 15 സ്റ്റോക്കുകൾ കയ്യിലുള്ള വ്യക്തിക്ക് റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂയിലൂടെ ലഭിക്കുന്നു. ഈ സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂയിലൂടെ ലഭിക്കുന്നത് ഇപ്പോഴത്തെ വിലയിൽ നിന്ന് 14% വിലക്കുറവിൽ 1257 രൂപയ്ക്കാണ്. നമ്മുടെ കയ്യിൽ റിലയൻസിൻ്റെ സ്റ്റോക്കുണ്ട്, പക്ഷേ നമുക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂവിൽ പങ്കെടുക്കാനുള്ള റൈറ്റ്സ് ഇത് മറ്റൊരാൾക്ക് നൽകാം. ഇതിനെ റിനൗൺസ് എന്നാണ് പറയുക. 4. ബോണസ് ഷെയർ. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രം ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ അനൗൺസ് ചെയ്യുന്ന കമ്പനി തങ്ങളുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരു നിശ്ചിത അനുപാതത്തിൽ സൗജന്യമായി ഷെയറുകൾ നൽകുന്നതാണ് ബോണസ് ഷെയർ. 1:1 എന്ന റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൈവശം എത്ര സ്റ്റോക്കുണ്ടോ അത്രയും സ്റ്റോക്കുകൾ തന്നെ നിങ്ങൾക്ക് സൗജന്യമായി ബോണസ് ഷെയറിലൂടെ ലഭിക്കുന്നു. കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഡബിൾ ആകുന്നു. 1:1 എന്ന റേഷ്യോയിൽ ഒരു കമ്പനി ബോണസ് പ്രഖ്യാപിക്കുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് പകുതിയാകുന്നു. ഫേസ് വാല്യൂവിൽ മാറ്റം വരാത്തതുകൊണ്ടും പകുതി വിലയ്ക്ക് ആ സ്റ്റോക്ക് ലഭിക്കുന്നത് ലാഭകരമായതുകൊണ്ടും ബോണസ് പ്രഖ്യാപിക്കുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് ആയതുകൊണ്ടും ആ സ്റ്റോക്ക് പ്രൈസ് ഇരട്ടിയിലേക്ക് തന്നെ കുതിക്കുന്നു. 5. ഹൈ ലിക്വിഡിറ്റി. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ഹൈ ലിക്വിഡിറ്റി. നമ്മൾ ഒരു ലാൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ പണത്തിന് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് ഉടനെ അത് വിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഷെയർ മാർക്കറ്റിലാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ അപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് അത് ലാഭമായാലും നഷ്ടമായാലും നമുക്ക് വിൽക്കാൻ സാധിക്കുകയും 3 ദിവസത്തിനുള്ളിൽ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ് ഫണ്ടുകൾക്ക് പോലും ലിക്വിഡിറ്റി വളരെ കുറവാണ് എന്നതാണ് സത്യം. ഈയിടെ ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ 6 ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ഉയർന്ന രീതിയിൽ ആളുകൾ വിഡ്രോ ചെയ്തത് മൂലം ലിക്വിഡിറ്റി ഇല്ലാതെ വരികയും ആ 6 ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോപ്പ് ചെയ്യുകയും ഉണ്ടായി. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റ് ഉയർന്ന ലിക്വിഡിറ്റി ഉള്ളതാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ന്യൂനതകൾ, റിസ്ക് ഷെയർ മാർക്കറ്റിനുണ്ട്. എല്ലാ കമ്പനികളും ഡിവിഡൻഡ് നൽകുകയില്ല എന്ന് മാത്രമല്ല, നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കമ്പനികളും എല്ലാ വർഷവും ഡിവിഡൻഡ് നൽകുമെന്ന് ഉറപ്പ് പറയാനുമാകില്ല. കമ്പനി ലാഭത്തിലല്ലെങ്കിലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻഡിന് ശുപാർശ ചെയ്തില്ലെങ്കിലോ ഡിവിഡൻഡ് ലഭിക്കുകയില്ല. മറ്റു നിക്ഷേപം പോലെ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി നൽകുകയില്ല. ബാങ്കിലാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതെങ്കിൽ ബാങ്ക് നമ്മുടെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകും. നമ്മൾ ഗോൾഡോ ലാൻഡോ ആണ് വാങ്ങിയതെങ്കിൽ ആ ഗോൾഡോ ലാൻഡോ നമ്മുടെ കൈവശമുണ്ടാകും. എന്നാൽ ഇവിടെ നമുക്ക് ഇതൊന്നും ലഭിക്കുകയില്ല. കമ്പനിയുടെ ഒരു തീരുമാനത്തിൽ നമുക്ക് വോട്ട് ചെയ്യാമെങ്കിലും
വോട്ടിംഗ് തീരുമാനത്തെ സ്വാധീനിക്കാൻ പ്രയാസമാണ്. വലിയൊരു ശതമാനം ഷെയറുകൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ വോട്ടിങ്ങിലൂടെ നമുക്ക് കമ്പനിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയൂ. സ്റ്റോക്ക് മാർക്കറ്റ്, ടെക്നോളജി, ഫിനാൻസ് വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.